കുടിയേറ്റ ജനതയുടെ ഓർമ്മകളെ ഉണർത്തുന്ന ഒരു കൊച്ചു ഗ്രാമം മുണ്ടേരി. വികസനത്തിന്റെ പാതയിലൂടെ മുന്നേറുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ച് അതിജീവനത്തിന്റെ പാതയിൽ തളരാതെ മാതാവിന്റെ മാധ്യസ്ഥതയിൽ വളർന്നു വന്ന ഒരു സാധാരണക്കാരൻ. അദ്ദേഹത്തെ തേടിയാണ് ഈ യാത്ര. നിലമ്പൂരിനടുത്തുള്ള ഈ ഗ്രാമത്തിൽ ലോകമറിയാത്ത ഒരു കലാകാരനാണ് ടൈറ്റസ് എന്ന ശില്പി. ഒരു കലാകാരൻ എന്നതിലുപരി തികഞ്ഞൊരു ദൈവഭക്തനും മരിയ ഭക്തനും. മാതാവിന്റെ മാധ്യസ്ഥ ശക്തിയാൽ മാറിമറഞ്ഞ ടൈറ്റസിന്റെ ജീവിതാനുഭവങ്ങൾ ഏവർക്കും പ്രചോദനമേകുന്ന ഒന്നാണ്. എൻ്റെ യേശു വലിയവനാണ്, അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ എനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ എനിക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ തുറന്നു പറയാനായിട്ട് ദൈവം തന്ന ഈ നിമിഷങ്ങൾക്ക് എൻ്റെ യേശുവിനെ ഞാൻ നന്ദി പറയുന്നു. മാതാവ് വഴി അവൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥയാൽ എൻ്റെ ജീവിതത്തിൽ വന്ന വലിയ കൃപകളെ ഓർത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് എൻ്റെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് ടൈറ്റസ്. ഞാൻ മാനന്തവാടി രൂപതയിൽ മണിമൂളി പുറവണ്ണയിൽ മുണ്ടേരി ഇടവക്കാരനാണ്. എൻ്റെ വീട്ടുപേര് പാലക്കാട്ട് തോട്ടത്തിൽ. എൻ്റെ അമ്മച്ചിയുണ്ട്, ചാച്ചൻ മരിച്ചുപോയി, എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ മരിച്ചുപോയി. ഞങ്ങൾ 10 മക്കളാണ്. അതിൽ 8ാമത്തെ ആളാണ് ഞാൻ. ഞങ്ങളൊരു കർഷക കുടുംബമാണ്. കൃഷി ഫീൽഡിലായിരുന്നു ഞാൻ. എനിക്ക് 8ാം ക്ലാസ് വരെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. പഠിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് മനസ്സിലാകാത്തതുകൊണ്ടാണ്. വലിയ പഠിക്കാനുള്ള കഴിവില്ലായിരുന്നു. അങ്ങനെ ഞാൻ കൃഷി ഫീൽഡിൽ ഇങ്ങനെ നടന്നു ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള കൃഷിയും ചെയ്തു. നെല്ലുണ്ടായിരുന്നു, മറ്റ് കൃഷികളുണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിൾ കൃഷി തുടങ്ങി. അതിനുശേഷം ഞാൻ മാർക്കറ്റിംഗ് ലെവലിലേക്ക് പല കമ്പനികളുടെ എല്ലാം മാർക്കറ്റ് ചെയ്യാനായിട്ട് എനിക്ക് അവസരങ്ങൾ കിട്ടി. മലപ്പുറം ജില്ലയുടെ ഒരു മാർക്കറ്റിംഗ് സെക്ഷനായിട്ട് ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തും മൂലം ചെടികളുടെ ഒരു ഏജൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ മലപ്പുറം ജില്ലയുടെ എല്ലാ സ്ഥലങ്ങളിലും ടൗണുകളിലും ഞാൻ ചെടികളെല്ലാം വിറ്റ് നടന്ന സമയത്ത് കോഴിക്കോട് എത്തിക്കഴിഞ്ഞപ്പം കുന്നമംഗലം IIM-ൽ വെച്ച് എനിക്ക് വലിയൊരു ജീവിതത്തിൽ മാറ്റം വന്ന ഒരു നിമിഷങ്ങളെ ഞാൻ ഈ സമയം ഓർക്കുന്നു. അവിടെ ഞാൻ ഈ ചെടികൾ വിൽക്കാൻ ചെന്നപ്പം എനിക്ക് യാദൃശ്യമായിട്ട് ഒരു ആളെ പരിചയപ്പെടാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ പേര് മാത്യൂസ് എന്നാണ്. റോസ് ഗാർഡൻ എറണാകുളമുള്ളതാണ്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എൻ്റെ കൊന്ത കണ്ടു. സമയത്ത് ഈ കൊന്ത കണ്ടപ്പം എന്നോട് പറഞ്ഞു, നീ എന്നതാടാ പരിപാടി? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെടികൾ വിറ്റ് ഇങ്ങനെ പോകുന്ന ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടായി അവിടെ ഗാർഡനിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ കുന്നമംഗലം IIM-ൻ്റെ മൊത്തം ഗാർഡനിങ് മാത്യൂസ് ചേട്ടനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നേരം തന്നെ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല, നീ ഗാർഡൻ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ അന്തം വിട്ടുപോയി, അതിശയിച്ചു പോയി. ഇതൊക്കെ ചെയ്യാൻ എനിക്കെങ്ങനെയാണ് കഴിവ്? പക്ഷെ ആ ചേട്ടായി എൻ്റെ പുറകെ എന്നെ ഫോളോ ചെയ്തു. പിന്നെ 2 പ്രാവശ്യം കണ്ടു. അദ്ദേഹം എന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. അദ്ദേഹം എന്നെ ബാംഗ്ലൂർ കൊണ്ടുപോയി ഈ ചെടികളുടെ എല്ലാം നഴ്സറികളുടെ ഏറ്റവും ബേസ് സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന് നല്ല ഹാൻഡ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരോടൊക്കെ എന്നോട് പരിചയപ്പെടുത്തിയത്, ഇതെൻ്റെ അനിയനാണ്, നിങ്ങൾ വേണ്ട സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ. അതിനുശേഷം എനിക്ക് വലിയ സപ്പോർട്ടാണ് ബാംഗ്ലൂരിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയത്. ഞാൻ ചെടികളൊക്കെ കളക്ട് ചെയ്ത് നിലമ്പൂർ ഒരു ആദ്യത്തെ ഗാർഡൻ നഴ്സറി സ്റ്റാർട്ട് ചെയ്തു. ശേഷം ഞാൻ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തു. ഗാർഡൻ തുടങ്ങാൻ ചെറിയ രീതിയിൽ ഗാർഡൻ ഡിസൈനർ എന്ന ഒരു പേരിലേക്ക് എത്തി. ഒത്തിരി സ്ഥലത്ത് വീടുകളുടെ ചെറിയ സ്ഥാപനങ്ങളുടെയൊക്കെയും ഗാർഡനിങ് തുടങ്ങി. എനിക്ക് വേണ്ട ഉപദേശമെല്ലാം മാത്യു ചേട്ടൻ തന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ അതനുസരിച്ച് വർക്ക് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോഴിക്കോട് കൊണ്ടോട്ടി എയർപോർട്ടിനടുത്ത് ജാമിയ സലഫിയ എന്ന് പറഞ്ഞ ഫാർമസി കോളേജിൻ്റെ ഗാർഡനിങ്ങിന് എന്നെ വിളിച്ചു. ആ ഗാർഡൻ എല്ലാം നന്നായപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു എൻട്രൻസ് ഗേറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അവരുടെ ആഗ്രഹം ഡൽഹിയിലത്തെ റെഡ് ഫോർട്ട് മോഡൽ എൻട്രൻസ് ഗേറ്റ് ചെയ്യണമെന്നായിരുന്നു.
സത്യത്തിൽ ഞാനത് കണ്ടപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പേടിച്ചു പോയി. ഇത് ചെയ്യാൻ എനിക്ക് പറ്റുമോ ഈശോയെ എന്നൊക്കെ. പക്ഷേ എനിക്കൊരു ധൈര്യം വന്നു, എനിക്കിത് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, കർത്താവിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഞാൻ ആ വർക്കിലേക്ക് ചാടി. പിറ്റേ ദിവസം എനിക്ക് വർക്ക് ഓർഡർ കിട്ടി. അത് വെട്ടുകല്ല് സ്ലൈസ് ചെയ്തിട്ട് അതിൽ ആണ് ആ വർക്ക് ചെയ്തത്. അതിമനോഹരമായിട്ട് ആ വർക്ക് എനിക്ക് പൂർത്തിയാക്കി. അതിൻ്റെ എൻജിനീയർ വേലായൻ സാറായിരുന്നു നിലമ്പൂരുള്ള. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആയിരക്കണക്കിന് വീട് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിൻ്റെ ഈ വർക്ക് എന്നെ വളരെയധികം ഫേമസ് ആയി കളഞ്ഞു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന വർക്കേഴ്സ് എല്ലാം സാധാ മേശരിമാരും സാധാ വർക്കേഴ്സും ആയിരുന്നു. ആ വെട്ടുകല്ല് സ്ലൈസ് ചെയ്ത് അതിൻ്റെ മെഷീൻ അസംബിൾ ചെയ്യാൻ പറ്റി. അത് ചെയ്തു കൊണ്ടുവന്ന് അത് വർക്ക് ചെയ്തു, അത് വിജയിച്ചു. അത് പേപ്പറിലും മനോരമയിലും മാതൃഭൂമിയിലും വിദേശത്തുള്ള ഗൾഫ് ന്യൂസിലെല്ലാം വന്നു. വിദേശത്തൊരു ഇൻ്റർനാഷണൽ സ്കൂൾ എന്നെ വിളിച്ച് എനിക്കൊരു അവാർഡൊക്കെ തന്നു. ഈ വലിയ വർക്കിനെക്കുറിച്ച് അവരെന്നെ അഭിനന്ദിച്ചു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിൽ ആദ്യത്തെ വർക്കായിരുന്നു അത്. എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ ഓരോ കല്ല് വെക്കുമ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എനിക്ക് വേറൊന്നുമില്ലായിരുന്നു. ഞാൻ എപ്പോഴും കൊന്തമില്ലായിരുന്നു. യാത്ര എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഏകദേശം ഒരു 100 കിലോമീറ്ററിനടുത്തുണ്ടായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ മുഴുവൻ കൊന്തയിൽ പോവും. ആ സൈറ്റിൽ എൻ്റെ കയ്യിൽ എപ്പോഴും കൊന്തയുണ്ടായിരുന്നു. എൻ്റെ വർക്കേഴ്സ് ആണെങ്കിലും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. ആ വർക്ക് വളരെ വിജയിച്ചു. ശേഷം എനിക്ക് ഒത്തിരി സ്കൂളുകളിൽ പാർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഈശോ അവസരം തന്നു. അങ്ങനെ ഞാൻ പുറത്ത് സ്റ്റേറ്റിൽ മഹാരാഷ്ട്രയിൽ നാഗപ്പൂർ പോയിട്ട് ഗ്രോട്ട ചെയ്തു, സ്കൂളിൻ്റെ പാർക്ക് ചെയ്തു. ടൈറ്റസും ഞാനും തമ്മിൽ ഏകദേശം 1990 മുതലുള്ള ഒരു സുഹൃത്ത് ബന്ധമാണ്. ഞങ്ങൾ ആത്മീയ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, ഭൗതിക ജീവിതത്തിലും ടൈറ്റസ് ആത്മാർത്ഥതയും സത്യസന്ധതയും നീതിബോധവും പുലർത്തുന്നതായിട്ട് എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ടൈറ്റസ് ഒരുപാട് കഷ്ടപ്പാടും കൂലിവേലകളും ഒക്കെ ചെയ്ത് വളരെ സഹനത്തിൻ്റെ ഒരു പുത്രനായിട്ടൊക്കെ വളർന്നു വന്നപ്പോഴും അദ്ദേഹം കർത്താവിലുള്ള പ്രത്യാശ കൈവിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ജീവിത നേട്ടം എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് ഭയങ്കര ഉത്സാഹമാണ്. അതുള്ളൊരു ഭക്തിപൂർവ്വം വളരെ ശ്രദ്ധയോടെ അദ്ദേഹം അത് ചെയ്യും. ഒരുപക്ഷെ പരിശുദ്ധ മാതാവിലൂടെ ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഇന്ന് ടൈറ്റസ് ജീവിതത്തിൽ ഇതുപോലെ ഒരു നല്ല ഉയർച്ചയിലേക്ക് ഉയർന്നതെന്ന് എനിക്ക് നിസ്സംശയം പറയാനായിട്ട് പറ്റും. അതുപോലെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, നമ്മളൊക്കെ സാധാരണ കുറച്ച് ഒരു ഉയർച്ച വന്നു കഴിയുമ്പം നമ്മൾ സാധാരണ അതല്ല എൻ്റെ നേട്ടം, എൻ്റെ കഴിവ്, ഞാൻ അധ്വാനിച്ചു, ഞാൻ കഷ്ടപ്പെട്ടു, ഇടയ്ക്ക് വേണമെങ്കിൽ മേമ്പൊടി ചേർക്കും പോലെ ദൈവം തന്നു അങ്ങനെ പറയും. പക്ഷേ ടൈറ്റസ് സഹോദരൻ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, എപ്പോൾ പറഞ്ഞാലും 2-3 വാക്ക് പറയുമ്പോൾ കരയും അദ്ദേഹം. ദൈവം എന്നിട്ട് അദ്ദേഹം പറയും, ഞാനൊരു പൊട്ടനാണ്. എപ്പോഴും പറയുന്നൊരു നല്ലൊരു വാക്കാണ്, ഞാനൊരു പൊട്ടനാണ്, ദൈവം എന്നെ ഉയർത്തി, ഇതെല്ലാം ദൈവം തന്നതാണ്, ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ പറഞ്ഞ് എത്ര ഉയർച്ചയിൽ ഇപ്പം ശരിക്കും നമ്മുടെ ഭാരതത്തിൽ തന്നെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റിലൊക്കെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമാണ്. അത്രയും നല്ലൊരു പൊസിഷനിൽ അത്രയും നന്നായിട്ട് ദൈവം ഉയർത്തി നിർത്തിയിട്ട് പോലും ആ എളിമയുടെ ആ പാതയിൽ നിന്ന് അദ്ദേഹം മാറിയില്ല. ത്രിപുരയിലൊക്കെ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ, വർക്ക് ചെയ്യുമ്പോൾ അവിടെ മറ്റുള്ളവരോട് സുവിശേഷം പറയാനും ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് പൊതുവായി പബ്ലിക്കായിട്ട് പറയാനും ഒരു ലജ്ജ അദ്ദേഹം കാണിക്കാറില്ല. കാരണം ദൈവമാണ് എല്ലാം തന്നത്, ദൈവമാണ് വളർത്തിയത്, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന ചിന്തയാണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിക്കുന്നത്. വീടുകളിലും സ്ഥാപനങ്ങളിലും പൂന്തോട്ട നിർമ്മാണത്തോടൊപ്പം ഒരു ചപ്പാത്തി കമ്പനി കൂടി തുടങ്ങിയാലോ എന്ന ചിന്തയിൽ നിന്നാണ് ടൈറ്റസിന്റെ ജീവിതം വഴിമാറിയത്. മാതാവിനോടുള്ള ആശ്രയബോധം കൂടുതൽ ഉണർത്തിയ ആ നാളുകളൊക്കെയും ഇദ്ദേഹത്തിന് മുൻപോട്ടുള്ള ജീവിതത്തിന് ആർജവമേകിയ ഓർമ്മകളാണ്. പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ ഇടവ ദേവാലയമാണ്. ഈ ദേവാലയത്തിലൂടെയാണ് എനിക്ക് ഒത്തിരി കൃപ കിട്ടിയത്. എൻ്റെ മുൻ വികാരിമാരും ഇപ്പോഴത്തെ വികാരിയച്ഛനും എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. സിസ്റ്റേഴ്സിൻ്റെയും മതാധ്യാപകരെയും എല്ലാം പ്രാർത്ഥന കിട്ടാറുണ്ട്.
ഇത് എൻ്റെ അനുഗ്രഹത്തിൻ്റെ ദേവാലയമാണ്. ഈ ദേവാലയത്തിൻ്റെ ഡിസൈനും ആൾത്താരുടെ ഡ്രോയിങ് എല്ലാം എൻ്റേതാണ്. ഞാൻ ഗാർഡൻ വർക്കുകളെല്ലാം ചെയ്ത് നടക്കുന്ന കാലത്ത് എനിക്കൊരു വലിയ പരാജയം പറ്റി. അതാണ് ഞാനിപ്പം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ വർക്കുകൾ നടന്നു കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വർക്കില്ലാതായി. എനിക്ക് വിഷമമായി. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നല്ല ഒരു പുതിയ പദ്ധതിയാണ് ഫുഡ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങിയായിരുന്നു, ചപ്പാത്തി കമ്പനി. അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞ് അവർ എനിക്ക് വേണ്ട ഡയറക്ഷൻ തന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ ഞാൻ എൻ്റെ ഫാക്ടറി തുടങ്ങി. ധാരാളം ഓർഡർ വന്നു. നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും നല്ല താല്പര്യം ഉണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് സാങ്കേതിക തടസ്സങ്ങൾ വന്ന് എനിക്ക് ഒത്തിരി പരാജയം സംഭവിച്ചു. ഏകദേശം 1 വർഷം 3 മാസം കൊണ്ട് എനിക്ക് 20 ലക്ഷം രൂപ ബാധ്യത വന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവർ പല പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു. എനിക്ക് സാമ്പത്തികമായിട്ട് എന്നെ സഹായിച്ചു. ഞാൻ പറയാതെ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. ലാസ്റ്റ് എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ റെജിയും എൻ്റെ ഭാര്യയും കൂടി അടുത്ത് വന്നു. പണിക്കാരില്ല വന്നപ്പം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അവർക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ രാത്രി മുഴുവൻ ചപ്പാത്തി പ്രൊഡക്റ്റ് ചെയ്തു. ആ സമയങ്ങളിൽ അവരുടെ കഷ്ടപ്പാട് ഞാൻ ഇപ്പോൾ ഓർക്കുക. എൻ്റെ ഇളയ കുഞ്ഞ് അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുക. അവൾ 12 മണിയായി കഴിയുമ്പോൾ ചാച്ച എനിക്ക് ഉറക്കം വരുവാന്ന് പറഞ്ഞപ്പം സത്യത്തിലും ഞാൻ പറഞ്ഞു വർക്കേഴ്സ് ഉറങ്ങാൻ പാടില്ല. കാരണം ഒരു കൊച്ച് ഉറങ്ങിയാൽ അല്ലെ മാറിയാൽ അത്രയും വർക്ക് അത് ബാധിക്കും. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് ആ വർക്ക് ചെയ്യുമ്പോൾ അവളോട് ഞാൻ പറഞ്ഞു വർക്കേഴ്സ് ഉറങ്ങാൻ പാടില്ല, പണിയെടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ മാറി നിന്ന് കരയുമായിരുന്നു. കാരണം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. അത് മോൻ അവിടെ കോളേജിൽ പോയിട്ട് പഠിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് അവന് റെസ്റ്റില്ല. അവൻ വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എൻ്റെ ഒപ്പം കൂടുമായിരുന്നു. ലൈനിൽ സപ്ലൈ ചെയ്യാൻ സപ്ലൈസ് ഉണ്ടായിരുന്നു, സമയത്ത് ഉണ്ടാക്കി കൊടുക്കണ്ടേ. ഓർഡർ നന്നായിട്ടുണ്ടായിരുന്നു. അത് കൃത്യസമയത്ത് ഫുഡായതുകൊണ്ട് എത്തിക്കണം. എൻ്റെ ഈ തകർച്ച കണ്ട് എൻ്റെ പ്രിയപ്പെട്ട ടീം അംഗങ്ങൾ, എഫാത്ത ടീമിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ കാണാൻ ബാംഗ്ലൂർ വന്നു. ബ്രദർ ഫ്രാൻസിസും ബ്രദർ ഷാജിയും ബിജുവും മറ്റുള്ള അംഗങ്ങളെല്ലാം വന്നു, സിബി എല്ലാം കൂടി വന്നു. ഞാൻ ഓർക്കുന്നു, ഞാൻ ആ തകർന്നു നിന്നപ്പോൾ അവരെനിക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചതും അവർ എഫാത്തയിൽ വന്ന് എഫാത്ത ടീം അംഗങ്ങളെല്ലാം എനിക്ക് വേണ്ടി മാതാവിൻ്റെ മുന്നിൽ കൈവിരിച്ച് പ്രാർത്ഥിച്ചത് അവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ആ ബാംഗ്ലൂർ എനിക്ക് ആ പരാജയം വന്നത് കർത്താവ് എനിക്ക് അനുവദിക്കപ്പെട്ടതാണ്. എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടാണ് ആ ഒരു വേദനയിലൂടെയും സഹനത്തിലൂടെയും എന്നെ കൊണ്ടുവരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുശേഷം എനിക്ക് ഒത്തിരി ബോധ്യങ്ങൾ കിട്ടി. ഞാൻ ഓർക്കുക, ഒരു ദിവസം എനിക്ക് എങ്ങനെ പോയാലും രക്ഷപ്പെടുന്നില്ല എന്ന് കണ്ട് എനിക്ക് സാമ്പത്തികമായി തകർന്നു, ഇനി ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഞെരുങ്ങിയ സമയത്ത് ഞാൻ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നൊന്ന് കരഞ്ഞു. എൻ്റെ ആ കരച്ചിൽ സ്വർഗം കേട്ടു. ഞാൻ അത് കരഞ്ഞ് എൻ്റെ ഈശോയേ എന്ന് പറഞ്ഞ് ഞാൻ കരച്ചിൽ എൻ്റെ തൊണ്ട പൊട്ടിപ്പോയി. ശരിക്ക് പിന്നെ എനിക്ക് സംസാരിക്കാൻ ശരിക്ക് പറ്റിയില്ല. 2 ദിവസത്തേക്ക് എൻ്റെ ശബ്ദം പോയി. അത്രമാത്രം ഞാൻ ഈശോയുടെ മുന്നിൽ ആ ബാംഗ്ലൂർ സിറ്റിയിൽ നിലവിളിച്ചവനാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വീടിൻ്റെ സൈഡിലേക്ക് നടന്നു പോയപ്പം ആരും കാണാത്തൊരു സ്ഥലത്ത് നിന്ന് അവളിങ്ങനെ ഏങ്ങലടിച്ച് കരയുന്നതാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ പോയി. ഞങ്ങൾ 2 കെട്ടിപ്പിടിച്ച് കുറച്ച് നിമിഷം അവിടെ നിന്ന് കരഞ്ഞു. അപ്പോൾ അതൊരു, ഞാൻ ഓർക്കുന്നു, അവളുടെ കാതിലത്തെ ലാസ്റ്റ് കമ്മൽ പോലും എനിക്ക് ഊരിത്തന്ന് എല്ലാം തകർന്ന സമയമായിരുന്നു. അവിടെ എന്നെ കുറ്റപ്പെടുത്താതെ എൻ്റെ കൂടെ നിന്ന എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാൻ ഓർക്കുന്നു. സഹനങ്ങളിലും അവിടെ ഈശോ കൂടെയുണ്ട്. ആ സമയം ഞാൻ ഓർക്കുക, ഈശോ ഒരു പക്ഷേ കുറച്ച് നേരമൊക്കെ എന്നെ പരീക്ഷിക്കാനാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒന്ന് മാറി നിന്ന പോലെ എനിക്ക് തോന്നി. ആ മാറി നിൽക്കത് എല്ലാ കാലത്തേക്കുള്ള മാറി നിൽക്കലായിട്ട് ഞാൻ കണ്ടില്ല.
ഞാൻ ഈ സമയം ഓർക്കുന്നു, പുളിമാവ് സെൻറ്റ് തോമസ് പള്ളിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സജി പരിയാപ്പൻ്റെ അച്ഛനാണ് അന്നത്തെ വികാരി അച്ഛൻ. അച്ഛനോട് ഞാൻ എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഞാനവിടെ ഇരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കൊന്തയൊക്കെ ചൊല്ലി, ഒരു വഴിയില്ലല്ലോ ഈശോയെ എന്ന് പറഞ്ഞ് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അന്ന് എൻ്റെ പൈസ തകർന്നു, എല്ലാ തരത്തിലും പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിനും ഭയങ്കര അലർജി പോലെയായി. മേലാസകലം ചൊറിയാൻ തുടങ്ങി. ശരിക്ക് ജോബ് പിതാവ് അനുഭവിച്ച ആ ഒരു പീഡ പോലെ തന്നെ എനിക്ക് അന്ന് തോന്നി. അന്ന് സജിയച്ഛൻ ഒത്തിരി എനിക്ക് ചങ്കൂട്ടി പ്രാർത്ഥിച്ചതാണ്. ആ സമയങ്ങളിൽ അച്ഛൻ മാതാവിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ച് എനിക്ക് കൂടുതൽ ബോധ്യം തന്നു. മാതാവ് കൂടെ ഉണ്ടടാ, നീ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഊർജ്ജമായി. ശരിക്ക് ഞാൻ ആ സമയങ്ങളിൽ ജപമാല ചെല്ലുന്നുണ്ടായിരുന്നു. അതൊക്കെയും എനിക്ക് തകർച്ചയിൽ എനിക്ക് പ്രത്യാശ കിട്ടി. മനസ്സൊക്കെ തളർന്നെങ്കിലും ഞാൻ ഒരിക്കലും ഈശോയെ കുറ്റപ്പെടുത്തിയില്ല. അതെനിക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ തകർന്ന സമയത്ത് എൻ്റെ മാതാവ് ഈശോയോട് പറഞ്ഞ് എനിക്ക് ഒത്തിരി കൃപ മേടിച്ചു തന്നു. മാതാവ് കൂടെയുണ്ട്. ആ സഹനത്തിന് ഞാൻ ഇപ്പോൾ ഓർക്കുക. മാതാവ് ചേർന്ന് നിന്ന് എനിക്ക് ശക്തി തന്നായിരുന്നു. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കില്ല, കാരണം തകർന്നു പോയേനെ. ഞാൻ ധ്യാനം കൂടിയ കാലത്ത് എൻ്റെ കഴുത്തേൽ ജപമാല ഇട്ടതാണ്. ഇന്നുവരെ എനിക്കിത് ഊരണ്ട വന്നിട്ടില്ല. ആ ജപമാലയുടെ ശക്തി ഞാൻ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്നു. എമ്പടി ജപമാല ചെല്ലാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെല്ലും. യാത്രാ സമയത്തൊക്കെ ഞാൻ പറ്റുന്നത്രയും ജപമാല ചെല്ലുമായിരുന്നു. ഈ ജപമാല ചെല്ലുന്തോറും എനിക്കൊരു ആത്മധൈര്യം വരുമായിരുന്നു. തകർച്ചയുടെ സമയത്തും ഞെരുക്കത്തിൻ്റെ സമയത്തും മാതാവ് ചേർന്ന് നിന്ന് ആ നീലാങ്കിയുടെ കീഴിൽ എന്നിങ്ങനെ പൊതിയുന്നത് എനിക്ക് പല പ്രാവശ്യവും ഫീൽ ചെയ്തിട്ടുണ്ട്. സൈറ്റിൽ വലിയ ബിൽഡിങ്ങിൻ്റെ കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് എനിക്ക് മഴ വന്നു. 150 പണിക്കാരുണ്ട്, വലിയ കോൺക്രീറ്റ് നടക്കുക. മഴ പെയ്താൽ മുഴുവൻ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല, അത്ര ഏരിയ ഉണ്ട്. പെട്ടെന്ന് മഴ വന്നു. ഞാൻ എൻ്റെ അമ്മയെന്ന് വിളിച്ചു, പെട്ടെന്ന് വീട്ടിലേക്ക് വിളിച്ചു. എനിക്ക് വേണ്ടി വേഗം കൊന്തയല്ലേ, പിള്ളേരും റെജിയും കൂടി എനിക്ക് വേണ്ടി മുട്ടുകുത്തി കൊന്തയല്ലേ. ഞാൻ ഓർക്കുക, അവർ കൊന്ത ചെല്ലാൻ തുടങ്ങിയ സമയം മുതൽ ആ സ്ഥലത്ത് ചുറ്റുപാടുന്ന് മഴ മാറിപ്പോയി. അത് 3 സൈറ്റിലും ഞാൻ കണ്ടു. ഈ മഴ വരുമ്പോൾ കൊന്തയെല്ലാം പറഞ്ഞ് അവർ കൊന്ത ചെല്ലുമ്പം ആ ചുറ്റുപാടല്ലാത്ത ബാക്കി എല്ലാ സ്ഥലത്തും നല്ല മഴ പെയ്തു. എൻ്റെ അമ്മ പ്രാർത്ഥിച്ച എൻ്റെ ഈശോ തള്ളിക്കളയല്ല. മാതാവിൻ്റെ കരുണ, സ്നേഹം, വാത്സല്യം, സംരക്ഷണം ഞാൻ എമ്പടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ടൈറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ളവനാണ്. ഞങ്ങളിവിടെ ഈ പള്ളിയിൽ മതാധ്യാപകരായിരുന്നു. അങ്ങനെ ഇരുന്ന കാലത്ത് സാമ്പത്തികമായിട്ട് ഭയങ്കര ദാരിദ്ര്യമൊക്കെ ആയിരുന്നു ടൈറ്റസിനെ സംബന്ധിച്ചാണെങ്കിൽ. എന്നാൽ ജോലിയെല്ലാം നന്നായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്തിൽ ഞങ്ങളിവിടെ ഈ പള്ളിക്ക് കല്ല് പൊട്ടിച്ചു കൊടുത്തൊരു കാലമൊക്കെ ഉണ്ട്. അങ്ങനെ കൊടുക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ ടൈറ്റസിൽ ഞങ്ങൾ കണ്ടൊരു പ്രത്യേകത ഇതാണ്. ഒത്തിരി പേരെ സഹായിക്കും പുള്ളി. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ശുശ്രൂഷയ്ക്കൊക്കെ പോകാൻ വേണ്ടി ഞങ്ങളിവിടെ പള്ളിക്ക് കല്ല് പൊട്ടിക്കുക. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് സാധാരണ കൂലി കൊടുക്കുന്നേക്കാൾ ഞങ്ങൾക്കൊരു 20 രൂപ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് കൂടുതൽ തരുമായിരുന്നു. അതെല്ലാം ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് അത് ഞങ്ങളിങ്ങനെ ആൾക്കാരെ കൺവെൻഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നല്ല മിടുക്കനായിരുന്ന ആൾ. എത്ര ജോലി ഉണ്ടെങ്കിലും ശുശ്രൂഷയ്ക്ക് വരണമെന്ന് പറഞ്ഞാൽ, ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞാൽ കക്ഷി ജോലികളെല്ലാം മാറ്റി വെച്ച് ശുശ്രൂഷയ്ക്ക് വരുന്നൊരു അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് ടൈറ്റസിൽ. ടൈറ്റസ് നല്ലൊരു മര്യഭക്തനാണ്. എവിടെ പോയാലും പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ ജപമാല ചെല്ലുന്ന കാര്യത്തിലൊക്കെ നല്ല തീക്ഷ്ണമതിയാണ് ആ കാര്യത്തിൽ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യ കാലം മുതലേ സുഹൃത്ത്, പിന്നെ ഒരു ആത്മീയ സുഹൃത്ത്. ഇപ്പോഴും ഞങ്ങൾ ഏത് കാലത്തും ശുശ്രൂഷകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നു. അതിജീവനത്തിൻ്റെ ആ നാളുകൾക്കിപ്പുറം ഒരു ചെറുചിരിയോടെ ടൈറ്റസ് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട അമ്മച്ചിയും ഭാര്യയും 4 മക്കളും അടങ്ങുന്ന കുടുംബം
അതിജീവനകാലത്തെ തങ്ങളുടെ ശക്തിയായിരുന്ന ജപമാലയെ കൈവിടുന്നില്ല. ബാംഗ്ലൂർ ഞാൻ വേദനിച്ച കാലം, അതിനുശേഷം ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ച തലച്ചിറയിലെ സിസ്റ്റർ ഷീബ ആ സമയങ്ങളിൽ ഛത്തീസ്ഗഡ് ധരം ജായ്ക്കട്ട് എന്ന് പറഞ്ഞ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുകയാണ്. മുസ്ലിം സിസ്റ്ററാണ്. ഈ സിസ്റ്റർ എന്നെ വിളിക്കും, പലപ്പോഴും വിളിച്ചു. ഈ സമയത്ത് സാറിൻ്റെ അടുത്തേക്ക് വായോ, ഒത്തിരി ആവശ്യമുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ആ സമയത്ത് ഞാൻ ബാംഗ്ലൂരിൽ ഛത്തീസ്ഗഡ് പോയി. സിസ്റ്റർ എനിക്ക് അവിടെ ഒത്തിരി വർക്ക് തന്നു. ആ സ്കൂളിൻ്റെ ഗ്രോട്ടോ, ഈശോയുടെ സ്റ്റാച്യൂസ്, അതേപോലെ പാർക്ക്, അങ്ങനെ കുറേ വർക്ക് എനിക്ക് തന്നു. ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാളി വ്യക്തികളായ അവിടെ ഫോട്ടോ എടുക്കാൻ വന്ന കുഞ്ഞുമോൻ സാറും കോച്ച് സ്റ്റാനും കൂടി അവിടെ വന്നു. യാദൃശ്യമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. സിസ്റ്ററിൻ്റെയും അവരുടെയും റെക്കമെൻഡ് പ്രകാരം അംബികാപൂര്, അങ്ങനെ പല സ്ഥലങ്ങളിലും എനിക്ക് വർക്കുകൾ കിട്ടി. ചെയ്യുന്ന വർക്കുകളെല്ലാം ഏറ്റവും വിജയമുള്ളതായി തീർന്നു. ചെയ്യുന്നതെല്ലാം ക്വാളിറ്റിയുള്ള വർക്കായി തീർന്നു. എനിക്ക് വർക്ക് തന്നവർക്കൊക്കെയും ഒത്തിരി സന്തോഷമുള്ളതായി തീർന്നു. ആ സമയങ്ങളിൽ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ എനിക്ക് കിട്ടി. ഈ കഷ്ടതയുടെ കാലത്ത് എനിക്കുണ്ടായ വലിയ എമൗണ്ടിൻ്റെ നഷ്ടം 1 വർഷത്തിനുള്ളിൽ തന്നെ ദൈവം എനിക്ക് എല്ലാം പരിഹരിച്ച് എന്നെ കടത്തിൻ്റെ മേഖലയിൽ നിന്ന് ഉയർത്തി. ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. മാതാവിനെ സഹായിച്ചു ഒത്തിരി. എൻ്റെ ഞെരുക്കത്തിലും കഷ്ടതയിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഞാൻ ഈ സമയം ഓർക്കുന്നു. തിരിച്ച് ഇവിടെ കേരളത്തിലെത്തി ഒത്തിരി വർക്കുകൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ബാംഗ്ലൂർ ഞാനൊരു വർക്ക് എനിക്ക് വന്നു, ഒരു ഗ്രോട്ടോയുടെ വർക്കാണ്. ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അരുണാചലിൽ നിന്ന് എനിക്ക് കോൾ വന്നു. ഒരു വർക്കുണ്ട് അവിടെ. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർട്ടിസ്റ്റിന് വരാൻ പറ്റിയില്ല. അവർക്ക് ഒരു നിത്യാരാധന ചാപ്പൽ ചെയ്യാനായിരുന്നു. അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റാതെ വന്നപ്പം എന്നെ വിളിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഗ്രോട്ടോ ചെയ്യുന്ന സമയങ്ങളും ഒക്കെയും മാതാവിൻ്റെ മധ്യസ്ഥമാണ് എൻ്റെ ബലം. മാതാവ് കൂടെ ഉണ്ടെന്നുള്ളതിനാൽ എനിക്ക് ഭയങ്കര ആത്മധൈര്യമായിരുന്നു. അരുണാചലിൽ ഞാൻ ഇങ്ങനെ നിത്യാരാധന ചാപ്പൽ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പം അവിടെ പല സ്ഥലങ്ങളിലുള്ള അച്ഛന്മാരെ പരിചയപ്പെട്ട് അവർ വന്ന് കണ്ടു. എന്നെ മിഷൻ മേഖലയിലെ പല സ്ഥലത്തേക്ക് വിളിച്ചു. അവിടെ അൾത്താര ചെയ്യാൻ, ഗ്രോട്ടോ ചെയ്യാൻ എനിക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടി. ശേഷം ഞാൻ ഗ്രോട്ടോ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് എനിക്ക് വർക്ക് കിട്ടി. ഷിമോഹയിൽ എനിക്കൊരു കുരിശിൻ്റെ വഴി, ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കുരിശിൻ്റെ വഴി ചെയ്യുന്നത്. ഫുൾ സ്റ്റാച്ചുവിൻ്റെ ഷിമോഹയിലുള്ള കത്തീഡ്രൽ പള്ളിക്ക് വേണ്ടിയിട്ട് എനിക്ക് കുരിശിൻ്റെ വഴി ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. ആ കാലത്തിന് ശേഷം കൊറോണ കഴിഞ്ഞ് 2ാമത്തെ കൊറോണ ആയപ്പോഴേക്കും എനിക്ക് ത്രിപുരയിലേക്ക് എന്നെ വിളിച്ചു. അവിടെയും കുരിശിൻ്റെ വഴി ചെയ്യാനായിട്ടാണ് എന്നെ വിളിച്ചത്. അത് നല്ലൊരു പ്രൊജക്റ്റായിരുന്നു. ആ കുരിശിൻ്റെ വഴിയൊക്കെയും കർത്താവ് വളരെ അത്ഭുതകരമായ രീതിയിൽ വിജയിപ്പിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് വലിയ ആർട്ട് വർക്കൊന്നും അറിയത്തില്ല, പക്ഷേ ഒരു സൈറ്റിൽ ചെന്നാൽ ആ സൈറ്റിൽ വേണ്ട എന്താണോ അത് ചെയ്യാനും, അത് ഇങ്ങനെയാണ് ആ സൈറ്റിന് വേണ്ടതെന്നുള്ളൊരു ആർട്ടിനെ കുറിച്ചൊരു ബോധ്യം ഈശോ എനിക്ക് തരും. അത് ഞാൻ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും പറയുമ്പോൾ അതെനിക്ക് അനുവാദം തരുക. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെയും സഹനങ്ങളുണ്ടായിട്ടുണ്ട്. വർക്കിൻ്റെതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എമ്പിടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെയും ശരിക്കും എൻ്റെ കൂടെ മാതാവുണ്ടായിരുന്നു. നമ്മുടെ പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലും അമ്മ നമ്മുടെ കൂടെയുണ്ട്. അത് ഞാൻ ശരിക്ക് ലൈവായിട്ട് അനുഭവിച്ചു. 4 കൊന്തയാണ് ഞാൻ ചെല്ലാറുണ്ടായിരുന്നത്. രാവിലെ 2ഉം വൈകിട്ട് 2ഉം. അങ്ങനെ എൻ്റെ വർക്കേഴ്സിന് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു. അപ്പോൾ ആ കൊന്തകളൊക്കെ എനിക്ക് പവറായിരുന്നു. ആ ചെയ്യുന്ന സമയങ്ങളെല്ലാം എനിക്കറിയാം ശരിക്കും ഈശോ അത്ഭുതകരമായ രീതിയിൽ മാതാവിൻ്റെ മധ്യസ്ഥ എന്നെ നയിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു വർക്ക് ഞാനിപ്പോൾ ഓർക്കുവാണ്. മേഘാലയയിൽ എനിക്കൊരു അൾത്താരയുടെ വർക്ക് കിട്ടി. അത് ചെയ്യാൻ ചെന്നപ്പം മുതലേ ആ വർക്കിന് ഒരു ഐഡിയ കിട്ടി. ഞാൻ ആദ്യം ചെല്ലുമ്പം ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്ക് ആയിരുന്നു. ശരിക്കും ഈശോയെ എന്നെ സഹായിക്കണേ. അപ്പോൾ പിന്നെ കൊന്തയെല്ലാം തുടങ്ങി. രാവിലെ കുർബാന കൂടി തിരിച്ചു വന്നപ്പം പള്ളി കണ്ടപ്പം പഴയ ഒരു പള്ളിയെ പുതുക്കുവാണ് അവർ. അപ്പോൾ എൻ്റെ ഈശോ ഞാനിത് തന്നെ എങ്ങനെ ഡിസൈൻ തരുന്നതെന്ന് പറഞ്ഞ് കൊന്തയിൽ കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടി, ഈ ആൾത്താര എങ്ങനെ ചെയ്യണം. ഒരു ചിന്ത വന്നു,
അത് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ അത് പാസ്സാക്കി തന്നു. ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് അതിൻ്റെ മുഴുവൻ ഐഡിയകൾ കിട്ടി. ഞാൻ ഇപ്പോഴും ഓർക്കും ആൾക്കാരുടെ ഒരു ഡൂമൊക്കെ വത്തിക്കാൻ്റെ ഡൂം പോലെ നല്ലൊരു വർക്ക് ചെയ്യാൻ പറ്റി. ഇടവയ്ക്കും വന്ന ബിഷപ്സിനൊക്കെയും വളരെ ഇഷ്ടപ്പെട്ടു. അച്ഛന്മാരൊക്കെ എന്നെ വളരെ അധികം സന്തോഷത്തോടെ എന്നോട് നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ ധ്യാനം കഴിഞ്ഞപ്പം ധ്യാനത്തിലൂടെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒത്തിരി കൃപ തന്നു കർത്താവ്. ആ സമയം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, ഈശോയെ സോളമന് നീ ജ്ഞാനം കൊടുത്തു, എന്നാൽ ആ സോളമൻ നിൻ്റെ മോനാണ്, അതേപോലെ ഞാൻ നിൻ്റെ മോനല്ലേ, അപ്പം എനിക്കും നിൻ്റെ ജ്ഞാനം തന്നൂടെ? ഇത് ഞാൻ ചോദിച്ചതാണ്. കർത്താവ് അത് വിലയുള്ളതായി കേട്ടു. എനിക്ക് അവൻ അതിനുള്ള ജ്ഞാനം, ഓരോ സമയത്തും വേണ്ട ജ്ഞാനം ദൈവം തന്നു. ത്രിപുരയിൽ തുയ്ക്കർമ്മ എന്ന ഇടവകയിൽ ഞാൻ കുരിശൻ്റെ വഴി ചെയ്ത് കഴിഞ്ഞപ്പം അവിടുത്തെ വികാരച്ചനും സോജനച്ചനും രഞ്ജു അച്ഛനും എന്നെ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്കൊരു കൺസ്ട്രക്ഷൻ വർക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ബിൽഡിംഗ് വർക്ക് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ചെയ്യാം. എനിക്കങ്ങനെ ഒരു ധൈര്യം വന്നു. അത് ചെയ്ത് കണ്ടപ്പം അച്ഛന്മാർ എന്നെ മറ്റ് സിസ്റ്റേഴ്സിനെ പരിചയപ്പെടുത്തി. 3 നല്ല ബിൽഡിംഗ് വർക്കുകൾ എനിക്ക് ഈശോ തന്നു. മാതാവിൻ്റെ ആ വലിയ കൃപ ഞാൻ ഈ സമയങ്ങളിൽ ഓർക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നു, എൻ്റെ സാമ്പത്തിക മേഖലയിൽ കർത്താവിനെ ഒത്തിരി ഉയർത്തി. എൻ്റെ കുഞ്ഞു വീടായിരുന്നു, ആ വീട് മാറ്റി എനിക്ക് നല്ല വീട് തന്നു. എനിക്ക് പണ്ട് സ്വപ്നം ഉണ്ടായിരുന്നു. ഞാൻ ഈശോയോട് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർക്കുക, ഈശോയെ എല്ലാവരും നല്ല വീട്ടിൽ കിടക്കണം, എനിക്ക് നല്ലൊരു വീട് വേണം, നല്ല വണ്ടി വേണം. കർത്താവെ നിന്നിൽ ആശ്രയിച്ചിട്ട് ആരാണ് തലതാത്തി നടന്നത്? കർത്താവ് നിന്നിൽ ആശ്രയിച്ചിട്ട് ആരാ ലജ്ജിതരായി? ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന എൻ്റെ ഈശോ കേട്ടു. ഏറ്റവും മനോഹരമായ വീട്, അഭിമാനത്തോടെ ഞാൻ പറയുക, എൻ്റെ നാട്ടിലെ ഇത്രയും നല്ല വീട് എനിക്ക് ഈശോ തന്നു, നല്ല വണ്ടി തന്നു, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി സുഹൃത്തുക്കൾ തന്നു, ഒത്തിരി പേരെ സ്നേഹത്തോടെ ഇടപെടാൻ സഹായിക്കാനായിട്ട് എൻ്റെ ഈശോ എന്നെ അനുവദിച്ചു. വിദ്യാഭ്യാസം അധികമില്ലാത്ത ഒരു സാധാരണക്കാരൻ നിർമ്മിക്കുന്ന ശില്പങ്ങൾക്കൊക്കെയും മിഴിവേകുന്നത് ദൈവത്തിൻ്റെ കരസ്പർശമല്ലാതെ മറ്റെന്താണ്? ദൈവിക ജ്ഞാനം കരകവിഞ്ഞൊഴുകുമ്പോൾ ഏതു വ്യക്തിയും ഉയർച്ചയുടെ പടവുകൾ കയറും എന്ന വലിയ പാഠം ഇദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു. ത്രിപുരയിൽ എനിക്ക് 3 സൈറ്റുണ്ട്. അവിടെ എല്ലാ സ്ഥലത്തും മെയിനായിട്ടൊരു ഓഫീസുണ്ട്. ബാംഗ്ലൂർ ആണ് എൻ്റെ മെയിൻ ഇപ്പം ഉള്ള മാർട്ടിൻ ഡിസൈനേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തു. സിബിനും സിജോയും ആണ് എൻ്റെ പാർട്ട്നേഴ്സ്. അവർ അവിടെ ചേർന്ന് ഞാൻ ഇങ്ങനെ പുതിയ ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ ഈശോ എന്നെ അനുവദിച്ചു. ഇപ്പം ഗവൺമെൻറ് പ്രൊജക്റ്റുകളെല്ലാം കിട്ടാനായിട്ട് അവസരങ്ങൾ ദൈവം തന്നു. ത്രിപുരയിൽ എനിക്ക് അൺലിമിറ്റഡായിട്ട് എത്ര കോടികളുടെ വേണേലും വർക്ക് ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടി. ലൈസൻസ് എനിക്ക് നേരിട്ടല്ല, എനിക്ക് പവർ ഓഫ് അറ്റോർണിയാണ് തന്നത്. അപ്പം അതിനൊക്കെ അത്രയും വലിയ വലിയ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള വ്യക്തികളെ എനിക്ക് ഈശോ പരിചയപ്പെടുത്തി തന്നു. അവരെനിക്ക് ആ പവർ ഓഫ് അറ്റോർണിയൊക്കെ എഴുതി തരാനായിട്ട് പരിശുദ്ധാത്മാവാണ് എനിക്ക് സഹായിച്ചത്. അതിനുള്ള വ്യക്തികളെല്ലാം എനിക്ക് ഈശോ ഒരുക്കി തന്നു. എന്നെ ഒത്തിരി ഉയർത്തി. എൻ്റെ തമ്പുരാൻ ഞാൻ നന്ദി പറയുന്നു, മാതാവ് ഞാൻ നന്ദി പറയുന്നു, ഈശോയെ നന്ദി. പരിശുദ്ധ മാതാവിൻ്റെ കരം പിടിച്ച് ടൈറ്റസിലെ ശില്പകാരൻ ഉലയാത്ത ശില്പിയായി അനുദിനം വളരുമ്പോൾ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളായ പരിശുദ്ധ അമ്മയുടെ അത്ഭുത ശക്തിയെ മാലോകർ വാഴ്ത്തട്ടെ.